ഏപ്രിൽ മാസം 18-ാം തീയതി വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കാരക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവല്ലയിലാണ്. വരാനൊരു കാരണമുണ്ട്. നമ്മളുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കേരളത്തിന്റെ ഒരു ബൗദ്ധികതയെ തന്നെ കാലാകാലങ്ങളിൽ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചപ്പതിപ്പാണ്. ഇതിനെപ്പറ്റി 2 വാക്ക് പറയാം. ഇത് എന്റെ പേഴ്സണൽ വീഡിയോ ആയതുകൊണ്ട്. ഞങ്ങളൊക്കെ കൊച്ചിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു സിനിമാ നിരൂപണമുണ്ട്. അപ്പൊ പപ്പ എല്ലാ ആഴ്ചയും അത് വായിക്കും. ഇപ്പൊ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നല്ല സിനിമയാന്ന് പറഞ്ഞാൽ ആ സിനിമ ഞങ്ങളെ കൊണ്ടുപോയി കാണും. അത് ഭയങ്കര ക്രിട്ടിക്കൽ റിവ്യൂ ആണ്. പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല, അവർ തുറന്നടിച്ച് എഴുതും. ഒരു പടം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് എഴുതും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതും. പിന്നെ അതിനകത്ത് അവസാനം ബാലപംക്തി എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളുടെ കവിത എഴുതാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കവിത പബ്ലിഷ് ചെയ്താൽ ഇതൊരു 40 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. ഒരു നോബൽ പ്രൈസ് കിട്ടിയതിന് തുല്യമാണ് കേരളത്തിലെ ഒരാൾക്ക്. അതുകൊണ്ട് വിഷു പതിപ്പിൽ വേണ്ട നല്ല ഫ്രണ്ട് പേജ് വന്നിരിക്കുന്ന തേജസ്സുള്ള ആ മുഖം നേണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മെൽവിയ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. മെൽവിയുടെ അമ്മ മുഖാന്തരമാണ് അറിയാവുന്നത്. ഐഡ ടീച്ചർ, നമ്മുടെ മർത്തോമ സേവിയ സംഘത്തിന്റെ മോണ്ടിസോറി ഇല്ലേ, TTCയുടെ പ്രിൻസിപ്പളാണ്. ജാഫേറ്റ് അല്ലേ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞു കൊടുത്തേ? 5-ലായി. ഞങ്ങളുടെ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിൽ ചേരാനുള്ള സമയമായല്ലോ. ഞങ്ങള് സ്മോൾ എയിം ഈസ് എ ക്രൈം എന്നാണ് വിശ്വസിക്കുന്നത്. അബ്ദുൽ കലാം സാർ പറയും സ്മോൾ എയിം ഈസ് എ ക്രൈം എന്ന് പറഞ്ഞ്. ഇത് കണ്ടോ, അബ്ദുൽ കലാം സാറിന്റെ കൂടെ ഉള്ള ഫോട്ടോയാ പിടിച്ചേ. നിങ്ങളുടെ പ്രായത്തിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അബ്ദുൽ കലാം സാറിന് ഫീസ് കൊടുക്കാൻ കാശില്ലായിരുന്നു. എങ്ങനെയാ പിന്നെ കാശ് കിട്ടിയത് പറയാമോ? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സൈക്കിളും എടുത്തോണ്ട് പത്രം വിൽക്കാൻ പോകും. അവിടുത്തെ 200 വീടുകളിൽ പത്രം വിട്ടാണ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഫീസ് കൊടുക്കാൻ കാശ് നേടിയത്. ആ മനുഷ്യനാണ് പറയുന്നത് സ്മോൾ എയിം ഈസ് എ ക്രൈം. ആ മനുഷ്യൻ ഇന്ത്യയുടെ മിസൈൽ മാനായി ലോക പ്രശസ്തനായി. അതുകൊണ്ട് വിശ്വഭാരതി സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. സ്മോൾ എയിം ഈസ് എ ക്രൈം. അതുകൊണ്ട് ഞങ്ങളുടെ കഥാകാരി ഇവിടെ ഇരിക്കുകയാണ്. കവിതാകാരിയാണ്. കവിതയും കഥയാണല്ലോ. അതുകൊണ്ട് എന്തു പറയുന്നു ഈ അവസരത്തിൽ ഞങ്ങളുടെ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു? വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് മാതൃഭാഷയിൽ എഴുതുക, വായിക്കുക എന്നുള്ളതൊക്കെ വലിയൊരു കാര്യം, ചെറിയൊരു കാര്യമല്ല. ഒരിക്കലും മാതൃഭാഷയെ തള്ളിക്കളയാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് വളർന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതൃഭാഷ ഏതാണോ അതിൽ ഒരിക്കലും തള്ളിക്കളയാതെ അത് പഠിക്കുക, വായിക്കുക, നിരന്തരം എഴുതാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, എന്റെ പപ്പായും മമ്മിയും കോളേജ് ക്ലോസേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നിങ്ങൾ പഠിച്ച ICSE സ്കൂളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 1 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങളെ അവിടെ വിടാതെ തിരുവല്ലയിലുള്ള മലയാളം മീഡിയം സ്കൂളിലാണ് LKG തൊട്ട് 4-ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിച്ചത്. ആ സ്കൂളിൽ നിന്നില്ല, SES കിൻഡർഗാർട്ടൻ സ്കൂളിലാണ്. അപ്പൊ മലയാളം മീഡിയത്തിൽ എന്തിനാ കൊച്ചിനെ വിടുന്നതെന്നുള്ള ചോദ്യം വന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പൻ പറഞ്ഞ അതേ വാചകമാണ് ഇത് പറയുന്നത്. മാതൃഭാഷ ആദ്യം പിള്ളേർ പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് മലയാളത്തിൽ അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട്, വലിയ എഴുത്തൊന്നും ഇല്ലേലും. അതുകൊണ്ട് ടീച്ചർ എങ്ങനെ ഉണ്ട് ടീച്ചറെ? മോളുടെ നേട്ടത്തേക്ക് എങ്ങനെ കാണുന്നു? വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ നെറ്റ് ക്വാളിഫൈ ആയതും വളരെ നമുക്ക് സന്തോഷം തരുന്നതാണ്. പിന്നെ ഇപ്പൊ റിസർച്ച് ചെയ്യുന്നതും വളരെ സന്തോഷമാണ്. ആദ്യം മലയാളം എന്ന് കേട്ടപ്പോ എന്തോ ശരിയാണോ, എന്നിട്ട് നമ്മുടെ ഷാജി ജോർജ് സാറ് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞിനെ മലയാളത്തിൽ തന്നെ വിട. എനിക്കോ പറ്റിയില്ല, അന്ന് മാത്സിനും എടുക്കാനായിരുന്നതുകൊണ്ട് എന്നെ മാത്സിനാ വിട്ടത്. പക്ഷെ മലയാളത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ആയിപ്പോയതിനെ ഒന്ന് സാർ പറഞ്ഞു. ഞങ്ങളുടെ അമ്മയുടെ സ്റ്റുഡന്റ്, BEd കോളേജിലെ അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ജായ്സാർ ഇഷ്ടംപോലെ പുസ്തകം എഴുതുമല്ലോ. മോൾക്ക് വളരെ പ്രചോദനം തന്നു. 1 മാസം മുമ്പ് എനിക്ക് ലേറ്റസ്റ്റ് പുസ്തകത്തിന്റെ ഒരു കോപ്പി പേഴ്സണലായിട്ട് കണ്ടപ്പോൾ തന്നതേ ഉള്ളൂ. അങ്ങനെ നല്ല ഒരു സ്നേഹബന്ധം തുടരുന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിലെ മെമ്പേഴ്സിനെല്ലാം ഞങ്ങൾ ആദ്യം കൊടുക്കുന്നത്, അങ്ങനെ മെമ്പേഴ്സ് ആണ് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഓട്ടോബയോഗ്രഫി, ഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നാണ് അതിന് പറയുന്നത്. സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. അബ്ദുൽ കലാം സാർ പറയുന്നത് നിങ്ങൾ സമ്മാനം കൊടുക്കുവാണെങ്കിൽ പുസ്തകമായ സമ്മാനം കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആർക്കും പുസ്തകം മാത്രമേ സമ്മാനം കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുമിടുക്കിക്ക്, സ്മോൾ എയിം ഈസ് എ ക്രൈം എന്ന് പറയുന്ന കൊച്ചുമിടുക്കിക്ക് ഒരു സമ്മാനം തരട്ടെ. എന്താ പിടിച്ചു? അങ്ങോട്ട് നോക്കി ചിരിച്ചേ. വെരി ഗുഡ്. വായിക്കണേ, വായിച്ച് മിടുക്കിയാവുക. ഇത് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, നമ്മുടെ ഫഹദ് ഫാസിലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള പടത്തിന്റെ പേരെന്തോ, ഇന്നസെന്റും ഒക്കെ ഉള്ള ഒരു ഇന്ത്യൻ പ്രണയകഥ. അതിന്റെ അവസാനം ഈ പുസ്തകമാണ് പിന്നെ നായികയുടെ പേരെന്തോ, അമലാപ്പോൾ എടുത്തു കൊടുക്കും. ഹി ഈസ് സ്റ്റിൽ റെലവന്റ് എന്ന് പറയുന്നു. സോ ഹി ഈസ് സ്റ്റിൽ റെലവന്റ്.
1948 മരിച്ചു പോയിട്ടില്ല. ഹി സ്റ്റിൽ റെലവന്റ്. അത് വായിക്കുക. പിന്നീട് എക്കാലത്തെ മാസ്റ്റർ പീസ് ആയ ലബനീസ് അമേരിക്കൻ പോയറ്റ് ജിബ്രാൻ ഖലീൽ ജുബ്രാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം ലെബനൻ ഭാഷയിൽ. അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. 1900s ആദ്യമൊക്കെയാണ് അദ്ദേഹം കവിത എഴുതി. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് കവിതയാണ് ദ പ്രോഫറ്റ്, പീപ്പിൾ ഓഫ് ഓർലീസോ അങ്ങനെ ഓർഫിലീസ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അൽ മുസ്തഫ എന്നുള്ള പ്രവാചകന്റെ കഥയാണ്. അതിനകത്താണ് വളരെ ഫേമസ് ആയ യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈറ്റ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. പണ്ട് മാർത്തോമ സയൻസ് സ്കൂളിന്റെ മാഗസിൻ എല്ലാ വർഷവും ഈ വരികൾ പബ്ലിഷ് ചെയ്യുമായിരുന്നു. ഒരു മാഗസിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, ഞാൻ കൊച്ചിലെ ആയിരുന്നു. അപ്പൊ ഖലീൽ ജുബ്രാൻ ലോക സാഹിത്യത്തെ ഇന്നും വളരെ ക്രിയേറ്റീവായിട്ട് നയിക്കുന്ന ഒരു മനുഷ്യനാണ്. ജീസസ് ഓഫ് നസറേത്ത് ആൻഡ് ജീസസ് ഓഫ് അവർ ടൈംസ്, every year they meet on a particular day. After hours of discussion they say we cannot agree. പറയാൻ ക്രിട്ടിക്കലായിട്ടൊക്കെ എഴുതിയ മനുഷ്യർ വേറെ ഇല്ല. ജിബ്രാൻ അതിനകത്ത് എഴുതിയതാണ്. ഞാനിത് ഒത്തിരി വായിച്ചതാണ്. ഞങ്ങളുടെ മാർത്തോമ കോളേജിലെ CA വർഗീസ് സാറിന്, സാറേ കേൾക്കുന്നുണ്ടെങ്കിൽ 100 നന്ദി. ഞങ്ങളുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ദശദിന ക്യാമ്പുകളിൽ സാറ് ഞങ്ങളെ ഖലീൽ ജിബ്രാൻ പഠിപ്പിക്കും, വിൽ ഡ്യൂറന്റ് പഠിപ്പിക്കും. അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്രയും വലിയ അറിവ് വന്ന സാറേ നമസ്കാരം, നന്ദി. സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ കവിക്ക് മെൽവിയയ്ക്ക്, ഞങ്ങൾ ഈ സ്മോൾ എയിമീസ് ക്രൈം എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും ഇരുന്ന് ജീവിക്കും. ഇയാൾക്ക് കുറെ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പത്രം വിറ്റ് സ്കൂളിൽ പോയ ആൾക്ക് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആകാൻ ഒത്തു. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇന്നിരുന്ന് ഒരു കവിതാ മത്സരത്തിൽ ജയിച്ച ആൾക്ക് ഒരു 20 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 1913 ഗുരുദേവ് ടാഗോർ വാങ്ങിച്ചതുപോലെ പോയിഞ്ഞു വാങ്ങിക്കാൻ ഒക്കും നോബൽ സമ്മാനം. അതുകൊണ്ട് വിശ്വസിക്കണം. സ്മോൾ എയിമീസ് എ ക്രൈം. പറയുവോ? പറഞ്ഞേ. സ്മോൾ എയിമീസ് എ ക്രൈം. ഒരു ജീവിതമേ ഉള്ളൂ, മേക്ക് ഇറ്റ് ലാർജ് എന്നാണ്. സോ ജിബ്രാന്റെ പുസ്തകം തരികയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുകൊണ്ട് വിശ്വഭാരതി വണ്ടി വിടുകയാണ്. തന്ന എല്ലാവിധ സ്നേഹത്തിനായി പറയാനുണ്ടോ? ഫൈനൽ വേർഡ്. സന്തോഷം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെന്നിരുന്നു ഞാൻ, പൈകിളി മരത്തെങ്കിലി, പൈകിളി മരത്തെങ്കിലി, എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞമന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മരത്തെങ്കിലി. ചില വരികൾ അങ്ങനെയാണ്. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ സിനിമയുടെ ലാസ്റ്റ് സീനുണ്ട്, ആ കുട്ടിയെ കൊണ്ടുപോകുന്നതും അതൊക്കെയാണ് സാഹിത്യത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥ. എന്തോ അതിന് പറയുന്നത്? കത്താർസിസ് എക്സ്പീരിയൻസ്, എക്സ്റ്റസി അല്ലേ? ഒരു പ്രത്യേക ഒരു ഉന്മാദ അവസ്ഥയാണ്. ഇനി അങ്ങനെ ധാരാളം അവസ്ഥകൾ ഉണ്ടാകട്ടെ. ജീവൻ അതിന്റെ എല്ലാവിധ സമൃദ്ധിയോടും ആഘോഷത്തോടും കൂടി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ വിശ്വഭാരതിയുടെ ഈ സാഹിത്യ മീറ്റിംഗ് ആണ് ഇന്ന്. ഇത് നമുക്ക് അവസാനിപ്പിക്കുവാൻ നമ്മളുടെ പഴയ ആയിരം കണ്ടുമായി പാട്ടില്ല. ഞാൻ പാട്ടുകാരനല്ല, അതുകൊണ്ട് ഇവര് തന്നെ പാടട്ടെ. മഞ്ഞു വീണ നടന്നില്ല അല്ലേ? ഒന്ന് പാടാം, ഒരുമിച്ച് പാടാം. ഓക്കെ. ആ. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെന്നിരുന്നു ഞാൻ, പൈകിളി മരത്തെങ്കിലി, പൈകിളി മരത്തെങ്കിലി, എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞമന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവ
ചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മരത്തിൻകിളി. ചില വരികൾ അങ്ങനെയാണ്. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ സിനിമയുടെ ലാസ്റ്റ് സീനുണ്ട്, ആ കുട്ടിയെ കൊണ്ടുപോകുന്നതും അതൊക്കെയാണ് സാഹിത്യത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥ. എന്തോ അതിന് പറയുന്നത്, കത്താർസിസ് എക്സ്പീരിയൻസ്, എക്സ്റ്റസി അല്ലേ, ഒരു പ്രത്യേക ഒരു ഉന്മാദ അവസ്ഥയാണ്. ഇനി അങ്ങനെ ധാരാളം അവസ്ഥകൾ ഉണ്ടാകട്ടെ. ജീവൻ അതിന്റെ എല്ലാവിധ സമൃദ്ധിയോടും ആഘോഷത്തോടും കൂടി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ വൈകിട്ട് 5:33 ഞങ്ങളുടെ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന്റെ വണ്ടിയുടെ ഐതിഹാസിക യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മെൽവിയുടെയും ഹൈഡ ടീച്ചറിന്റെ ഒക്കെ വീട്ടിൽ വന്നു. അല്ലായിരുന്നോ? നല്ല ചിരിയൊക്കെയാണ്. BPS ലീഡർഷിപ്പ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ആള് വലിയ തിരക്കിലാണ്. ഇപ്പൊ ഒരു വർഷം ഇന്ന് ഒരു പള്ളിയിലുണ്ടായിരുന്നല്ലേ? എവിടായിരുന്നു പോയത്? വെസ്റ്റ് കല്ലട. ഇനിയുണ്ടോ? ഇല്ലില്ല, ഒരു പ്രാവശ്യം. നല്ലതാണ്. BPSന് പോയായിരുന്നോ പള്ളിയിലെ? അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലും എല്ലാം ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞങ്ങളുടെ ഷെറിൽ തിരുവല്ല ഉണ്ട്, തിരുവല്ല ന്യൂസിന്റെ ആളാണ്. എന്തോ പറയുന്നു, നല്ല ഇന്റർവ്യൂ അല്ലായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. ആള് താർക്കത്തില്ലേ? പൊളിച്ചടക്കിക്കോണം. തിരുവല്ലക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നായികയെ കിട്ടും. ഇവിടെയാണ് വെള്ളപ്പൊക്കം അല്ലേ, വെള്ളത്താക്കം. അപ്പൊ ഇത് പറഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വെള്ളത്താക്കം. വെള്ളം ഇറങ്ങുന്നതിന്റെ പറയുന്നതാണ്. എവിടെ വരെ വെള്ളം പൊങ്ങിയായിരുന്നു? അല്ല 2018 ജനലിനോട് ഞാൻ അതെല്ലാം കയറി, വെള്ളം കയറി. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന കഥയാണ് ഫെയ്ത്ത് ഹോമിന്റെ അവിടെ പോകുന്നതും. അതാണ് കവിത ആയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഞാനും കവിതയൊക്കെ വായിച്ചു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി.